കറുത്ത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ. കറുത്ത് അതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചീനപ്പറങ്കിമുളകും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ കറുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 2-3 ചീനപ്പറങ്കിമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. കറുത്ത് വെച്ച് കണ്ടുള്ള ഒരു കറിയാണ്.